മുനമ്പത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ വഖഫ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഭൂമി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കിട്ടുമോ? കിട്ടാൻ പ്രയാസമാണ്. അതായത് വഖഫ് ബോർഡ് പറയുന്നത് അത് വഖഫ് ബോർഡിൻ്റെ വഖഫ് ചെയ്ത സ്വത്താണെന്നാണ്. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഉപാധിയും കൂടാതെ താൻ ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ഹലാലായ വസ്തുവകകൾ, മുസ്ലിമായ പ്രാക്ടീസിങ് മുസ്ലിമായിരിക്കണം. ഈ വഖഫ് ചെയ്യാൻ ചില വ്യവസ്ഥകളുണ്ട്. അതൊന്ന് ഇസ്ലാമിൽ അന്ന് ഇസ്ലാം മതം ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കണം. 2, അയാൾ സന്മാർഗത്തിലൂടെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച സ്വത്തായിരിക്കണം. 3, അത് സമ്പൂർണമായും ഉപാധിരഹിതമായി അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കണം. 4-മത്തെ കാര്യം, ഒരിക്കൽ സമർപ്പിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാനോ അത് വേറെ മാറ്റാനോ ആർക്കും അധികാരമില്ല. എന്തുകൊണ്ട്? ചോദ്യം ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഉത്തരം ഇതാണ്. കാരണം നമ്മൾ ഈ സ്വത്ത് അല്ലാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്ന സ്വത്ത് പിന്നെ അല്ലാഹുവിൻ്റെയാണ്. പിന്നെ ആ സ്വത്ത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹു തീരുമാനിച്ചാൽ മാത്രമേ ആ സ്വത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂ. വേറെ മനുഷ്യർക്ക് അതിലധികാരമില്ല. അല്ലാഹുവിൻ്റെ തീരുമാനം അറിയാൻ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് വ്യവസ്ഥയുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, അല്ലാഹു നേരിട്ട് മനുഷ്യരോട് സംസാരിക്കില്ല. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഇംഗിതം മാലാഖമാരെ അറിയിക്കുകയും ആ മാലാഖമാർ പ്രവാചകന്മാരോട് പറയുകയും പ്രവാചകന്മാർ മനുഷ്യരോട് പറയുകയും ചെയ്യും. അപ്പോൾ കേൾക്കാൻ നിൽക്കുന്ന മനുഷ്യന് മുൻപ് പ്രവാചകനുണ്ട്, പിന്നെ മാലാഖയുണ്ട്, അപ്പുറത്ത് അല്ലാഹുണ്ട്. അപ്പോൾ ദൈവം, മാലാഖ, പ്രവാചകൻ, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇനി എന്തുകൊണ്ട് ഒരു പ്രവാചകൻ വന്നാൽ പോരെ? പറ്റില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് അവസാനത്തെ പ്രവാചകൻ വന്നു പോയി കഴിഞ്ഞു. ഇനി പ്രവാചകന്മാരുമില്ല. അപ്പോൾ അതായത് നമ്മൾ വഖഫായി സമർപ്പിക്കുന്ന ഒരു സ്വത്ത് പിന്നീട് തിരിച്ചെടുക്കാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ വഖഫായാൽ എന്നേക്കും വഖഫാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി ഇതാണ്. അപ്പോൾ ഇത് വഖഫാണ് എന്ന് വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നു. വഖഫ് ബോർഡ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന കക്ഷി ഈ സ്വത്ത് വഖഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് വഖഫ് ബോർഡിൻ്റെ വാദം. പക്ഷേ മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന് ഈ ഭൂമി, അപ്പോൾ ഈ ഭൂമി ശരിക്കും ഹലാലാണോ എന്നൊരു ചോദ്യം വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ, 99 വെള്ളപ്പൊക്ക കാലത്ത് കൊച്ചി കായലിലും പെരിയാറിൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചി കായലിലേക്ക് ചേരുന്ന പെരിയാറിൻ്റെ പല പ്രദേശങ്ങളിലും തുരുത്തുകൾ രൂപപ്പെട്ടു വന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്നൊരു തുരുത്താണ് മുനമ്പം. കടലിനും കായലിനും ഇടയിൽ രൂപപ്പെട്ടു വന്ന തുരുത്ത്. ആ തുരുത്ത് ഇങ്ങനെ കുറേ തുരുത്തുകൾ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സമയത്ത് അവിടെ പോയി കൃഷി ചെയ്യണം. അപ്പോൾ അന്ന് ജനസംഖ്യയും കുറവാണ്, കൃഷിക്കാരും കുറവാണ്. അപ്പോൾ അവിടെ കൃഷി ചെയ്യാൻ പര്യാപ്തമായിട്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ തിരുവിതാംകൂർ സർക്കാർ തീരുമാനിച്ചു. അപ്പോഴാണ് കച്ചിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചിരുന്ന, മട്ടാഞ്ചേരി താമസിച്ചിരുന്ന ഒരു സേട്ട് ഈ ഭൂമി അവിടെ പോയിട്ട് പാട്ടത്തിനെടുത്തു. അങ്ങനെ സേട്ട് പാട്ടത്തിനെടുത്ത ഭൂമിയാണ് 404 ഏക്കർ. ആ 404 ഏക്കർ ഇപ്പോഴും ഇല്ല. കാരണം കടൽ വെച്ച് തന്ന ഭൂമി ആയതുകൊണ്ട് കടൽ തന്നെ എടുത്തുകൊണ്ട് പോയി. എല്ലാം കഴിഞ്ഞിട്ട് 163 ഏക്കർ ഇപ്പോൾ അവിടെ ഉള്ളു. ആ 163 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത്. ഇത് ഈ ഒറിജിനൽ സേട്ടിൻ്റെ അനന്തര അവകാശിയായിട്ട് വന്നതാണ് മുഹമ്മദ് സിദ്ദിഖ് സേട്ട്. മുഹമ്മദ് സിദ്ദിഖ് സേട്ട് ഈ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ട്രസ്റ്റിക്ക് കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അതിനകത്തൊരു വ്യവസ്ഥയും വെച്ചു. എന്തായിരുന്നു ആ വ്യവസ്ഥ? വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഈ ഭൂമി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭൂമി വഖഫ് ചെയ്യണം. ഇതാണ് വ്യവസ്ഥ. അപ്പോൾ മുഹമ്മദ് സിദ്ദിഖ് സേട്ട് ഭൂമി ഫറൂഖിന് കൊടുത്തു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഫറൂഖ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കണമല്ലോ,
കോഴിക്കോട് ഫറൂഖിൽ നിന്ന് ഇവിടെ വന്ന് വിദ്യാഭ്യാസം നടത്താനുള്ള ഒന്നൊരു പാങ്ങില്ല. അന്ന് എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്തിന് ഇപ്പുറത്തേക്ക് ലീഗില്ല, മുസ്ലിങ്ങളും കുറവ്. ഉള്ള മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തും മുസ്ലിങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ്. 57 EMS മന്ത്രിസഭ വന്നപ്പോഴാണ് അവർക്ക് ചില സ്കൂളുകളൊക്കെ അനുവദിച്ച് കിട്ടുന്നത്. അതുവരെ കിട്ടിയിട്ടില്ല. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു. മദ്രസ വിദ്യാഭ്യാസമാണ് അവർ പ്രിഫർ ചെയ്തിരുന്നത്. അല്ലാണ്ട് അവർക്കതിൽ ആരും നിന്നിട്ടല്ല, അവർക്ക് വേണ്ടായിരുന്നു. പക്ഷേ 57 തുടങ്ങിയാണ് ഇതും കൂടി വേണം എന്നൊരാഗ്രഹം വന്നിട്ട് ഇവർ വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങുന്നത്. അതുവരെ അവർ നീങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം ആ പരിഷ്കരണങ്ങൾ വരികയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ കൊടുങ്ങല്ലൂരായിരുന്നു ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൽ ആദ്യ രംഗത്ത് വിദ്യാഭ്യാസം കിട്ടി വന്നൊരു വിഭാഗമുള്ളത് കൊടുങ്ങല്ലൂരാണ്. പിന്നെ തിരുവിതാംകൂറിൽ ചില പ്രദേശത്ത് റാവുത്തർമാർ വന്ന് ഈ തമിഴ്നാട്ടിൽ വന്ന ആ റാവുത്തർമാരിൽപ്പെട്ട കുറേ പേർക്കൊക്കെ ചില വിദ്യാഭ്യാസം അത് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമാണ്, ഇങ്ങനെ വലിയ രീതിയിലല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജ് ശരിയാക്കിയെടുക്കാം, അപ്പോൾ അതിനെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഈ ഭൂമി വിൽക്കാൻ തീരുമാനിക്കുന്നു. ഭൂമി വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് ഇവിടെ വന്ന് വിൽക്കാൻ പറ്റില്ല. 2 വക്കീലന്മാരാണ്, ക്രൈസ്തവരായ 2 വക്കീലന്മാർ. അവർക്ക് 2 പേർക്കും പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരെ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് അവരെ ചുമതലപ്പെടുത്തി. അവരാണ് ഈ ഭൂമി വിറ്റിരിക്കുന്നത് എല്ലാവർക്കും. അവർക്ക് 10% കമ്മീഷനും കൊടുത്തു. മതിപ്പ് വിലയുള്ള 10% കമ്മീഷൻ. ആ മതിപ്പ് വിലയുള്ള 10% കമ്മീഷനിലാണ് ഈ ഭൂമി മുഴുവൻ വിറ്റ് ഇവർക്ക് കാശ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ഭൂമി വിറ്റ് കഴിഞ്ഞു. പക്ഷേ വഖഫ് ബോർഡ് പറയുന്നത് ആ ഭൂമി വഖഫായിരുന്നു എന്നാണ്. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഈ വഖഫ് ബോർഡ് 19 ഈ ഭൂമി വഖഫാണെന്ന് അവകാശപ്പെടുന്നത്, 2019. ഇവർ ഈ ഭൂമി വിറ്റ് 70 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കേരള ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഡിവിഷൻ ബെഞ്ച് ചോദിച്ച ചോദ്യമുണ്ട്, ഈ 70 കൊല്ലം ഈ ഭൂമിയിൽ നിങ്ങൾ എന്തുകൊണ്ട് അവകാശം പറഞ്ഞില്ല? നിങ്ങൾ പറയേണ്ടതാണല്ലോ. ഭൂമി വിറ്റ് കഴിഞ്ഞ് റവന്യൂ രേഖകളൊക്കെ അവരുടെ പേരിലാക്കി ഇതിങ്ങനെയായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്യുതാനന്ദൻ സർക്കാർ വന്നു. അപ്പോൾ ഈ വഖഫ് പ്രോപ്പർട്ടിക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. എപ്രകാരമാണോ ദേവസ്വം വസ്തുവകകൾ ദുരുപയോഗം ചെയ്ത് കട്ടുമുടിക്കുന്നത്, അതിനേക്കാൾ വ്യാപകമായ രീതിയിൽ ഈ വഖഫ് വസ്തുവകകളും കട്ടുമുടിക്കുന്നുണ്ട്. കട്ടുമുടിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് എന്നും പെരുമാറിയിട്ടുള്ളത്. ഇത് കക്കണം എന്ന കാര്യത്തിൽ അവർക്കൊക്കെ ഒറ്റ കാര്യം, അത് ബുദ്ധവല്ലിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും കക്കണം എന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവർ. ഇത് കട്ടുമുടിച്ചിങ്ങനെ പരാതി വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്യുതാനന്ദൻ സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അടുത്ത് പരാതി ചെന്ന് വിട്ടു. അച്യുതാനന്ദൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു നിസാറിൻ്റെ ഡോക്ടർ എം എ നിസാർ ജില്ലാ ജഡ്ജിയെ കമ്മീഷനാക്കി വെച്ചു. എം എ നിസാർ ഇത് പഠിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടിലാണ് എന്ത് പറഞ്ഞിരുന്നത്, ഈ ഭൂമി വഖഫ് ആണ് എന്ന് പറഞ്ഞേക്കണത്. ആ റിപ്പോർട്ടിൽ ഇത് വഖഫാണെന്ന് പറഞ്ഞു. വഖഫാണെന്ന് പറഞ്ഞിട്ടും ഗവൺമെൻറ് ഒന്നും ചെയ്തിരുന്നില്ല. അച്യുതാനന്ദൻ സർക്കാർ പോയി, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന്, അപ്പോഴൊന്നും ചെയ്തില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം KPA മജീദ് ഒരു ഡിസംബർ 2019 KPA മജീദ് അസംബ്ലിയിൽ ഒരു ഉപക്ഷേപം ഉന്നയിച്ചു. എന്തായിരുന്നു പ്രശ്നം എന്നറിയാമോ? മുനമ്പം വഖഫ് ഭൂമിയായിട്ടും അത് പിടിച്ചെടുക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഭൂമി കയ്യേറിയിരിക്കുന്നവർ ഇപ്പോഴും അതിൻ്റെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർ കരമടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് നാളെ തന്നെ ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റവന്യൂ കരം പിരിക്കാനുള്ള അവരുടെ കരങ്ങ് നൽകാനുള്ള അവരുടെ അവകാശം റദ്ദ് ചെയ്തുകൊണ്ട് RDO ഉത്തരവിറക്കിയത്. അപ്പോഴാണ് ഈ പ്രശ്നം ഇവരറിയുന്നത്. ആരെ? മുനമ്പം ലാൻഡ് കക്ഷികൾ അറിയുന്നത്. അതിനുശേഷം 21 ഇവർ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ആദ്യത്തെ പൊതുപ്രവർത്തകൻ ഞാനാണ്.
കാരണം തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ഞാൻ അവരോട് അവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മുഴുവനും മിക്കവാറും അല്ല, പള്ളിയിലായിരുന്നു മീറ്റിംഗ്, ലത്തീൻ കത്തോലിക്കരാണ് വന്നേക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും, ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നെനിക്കറിയാം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യില്ല എന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ന്യായമായ ആവശ്യമായതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ തെരഞ്ഞെടുപ്പിൽ 83% വോട്ടാണ് ഹൈബി ഈഡന് കിട്ടിയത്. എനിക്കകത്ത് എനിക്കാണ്ട് 5-10 വോട്ടോ മറ്റോ അവിടെ നിന്നുണ്ടായിട്ടുള്ളൂ. അവിടെ കുറച്ച് ഹിന്ദുക്കളുണ്ട്, അവരുടെ കുറേ വോട്ടുകളാണ് കിട്ടിയത്. ബാക്കി വോട്ട് ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് മുഴുവനുമായി പോയത് ഇവരാണ്. മുസ്ലിം അവിടെ ആ പ്രദേശത്തില്ല. മുഴുവനായിട്ട് തന്നെ ഹൈബി ഈഡന് കിട്ടുകയും ചെയ്തു. ഹൈബി ഈഡൻ അവിടെ ജയിക്കുക. ഹൈബി ഈഡൻ ഇതിനെതിരുമാണ്. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല, കൊടുത്തു. ഇത് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് സമരം വരുന്നത്. ഇത് സമരം തുടങ്ങിയിട്ട് ഈ സമരം എങ്ങും എത്താതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ BJPയുടെ മൈനോറിറ്റി മോർച്ച ഒരു വഖഫ് ബോർഡ് മാർച്ച് നടത്തി എറണാകുളത്ത്. അതോടുകൂടി ഇത് ഇന്ത്യ മുഴുവൻ അറിയുന്നൊരു വാർത്തയായിട്ട് വന്നു. അങ്ങനെയാണ് ഈ സമരം ചൂടുപിടിക്കുന്നതും ദേശീയ ശ്രദ്ധ കിട്ടുന്നതും ഒക്കെ. പക്ഷേ ഇതിനിടയിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് അപ്പോൾ ഇനി ഇതിനകത്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കണം. വഖഫ് ബോർഡിൻ്റെയും ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും മേധാവിത്വം മുസ്ലിം ലീഗിനായിരുന്നു. 2 സമിതികളിലും പാണക്കാട് തങ്ങൾമാരാണ് നേതൃത്വം വഹിച്ചിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ തങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ളവരായിരുന്നു. ഇപ്പോഴും ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്ത് ഇത് വഖഫാണെന്ന് പറയുന്ന സമയത്തും പാണക്കാട് മുഹമ്മദ് റാഷിദ് അലി തങ്ങളായിരുന്നു വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ. അപ്പോൾ തങ്ങൾമാർ ആണ്, ഒരു തങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടും വേറൊരു തങ്ങൾ ഇവിടെ ഇരുന്ന്, ഈ 2 തങ്ങൾമാരും ഈ 2 ലീഗിൻ്റെ ആൾക്കാരും കൂടി ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയിലാണ് ഈ ഭൂമി വിൽക്കുന്നത്. കാശ് കിട്ടി ഫറൂഖ് കോളേജ് അവർ ആ പൈസ അവർ ഫറൂഖ് കോളേജിന് ഉപയോഗിച്ച് കാണാം, ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല, ഉപയോഗിച്ച് കാണും എന്ന് തന്നെ ധരിക്കാം. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് വഖഫാണല്ലോ. അപ്പോൾ വഖഫായിരിക്കുന്ന ഭൂമി ഒരിക്കൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവർക്കറിയാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് മുനമ്പത്തുകാരെ പറ്റിക്കുകയാണ് ചെയ്തത്. അതിൽ അതിശയമുള്ളൊരു കാര്യം, ഈ ഫറൂഖ് ബോർഡിനെതിരെ മുനമ്പത്തുകാർ യാതൊന്നും ചെയ്യുന്നില്ല. അവരെ ചതിച്ചത് വ്യാജരേഖ ചമച്ച് ചതിയും വഞ്ചനയും നടത്തി അവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങി ഭൂമി അനധികൃതമായി രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അവരല്ലേ. അവർക്കെതിരെ ഒന്നും പറയുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ്. ഇനിയിപ്പോൾ ഇവർ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 400 ഏക്കർ ഭൂമി ഈ 6 ലൈൻ പാത വരുന്നത് അതിൻ്റെ സൈഡിൽ എവിടെയോ കാസർഗോഡുണ്ട്, അത് ഒപ്പിച്ചെടുക്കണം. അത് കൊടുത്തിട്ട് ഇത് കൊടുക്കാമെന്നാണ് പറയണം. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഒരിക്കൽ വഖഫാക്കി എന്നാണല്ലോ പറയണത്. അത് അൺവഖഫാക്കാൻ ഇവർക്ക് അധികാരമില്ലല്ലോ. അത് അല്ലാഹുവിനേ ഉള്ളൂ അല്ലേ? ആ അല്ലാഹുവിനല്ലേ ഉള്ളത്. അല്ലാഹു ആണെങ്കിൽ വന്ന് പറയേയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഭൂമി ഒന്നുകിൽ വഖഫാണ് അല്ലെങ്കിൽ വഖഫല്ല. വഖഫാണ് എന്ന് വന്നു കഴിഞ്ഞാൽ മുനമ്പത്തുകാർ തെണ്ടിപ്പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വഖഫല്ല എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ ഭൂമി കിട്ടുള്ളൂ. ഇപ്പോഴും മുസ്ലിം ലീഗ് ഇതിൻ്റെ പേരിൽ 400 ഏക്കർ ഭൂമി അവിടെ അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത.